ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ലേൺ അബൌട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. അതിലുണ്ടായ ഏറ്റവും വലിയ ഗുണമാണ് സ്വാഭാവികമായിട്ട് കുള്ളൻ്റെ ഭാര്യ എന്ന് പറയുന്ന സിനിമയിൽ അമലേട്ടൻ എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ജോൺ അടുത്ത പടം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഐ ഹാഡ് ദ പ്രിവിലേജ് ടു ആസ്ക് ഹിം ഇവിടെ ഞാൻ അസിസ്റ്റ് ചെയ്തോട്ടെ എന്നുള്ളത്. എ ഈസ് ഗുഡ്, എ ഷുഡ് ബി ദെയർ. പണ്ട് കമ്പ്യൂട്ടർ വന്ന പോലെ തന്നെയാണ് ഒരുപാട് പേര് പറഞ്ഞതാണ്. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ദ മാസ്റ്റർ. ആ വര ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുകളിലും താഴെയുമായിട്ട് വേറെയും ചില വരകളുണ്ടായിരുന്നു. പക്ഷേ അവർക്കാർക്കും കുള്ളൻ്റെ ഭാര്യയാകാനുള്ള ഒരു തലവര ഉണ്ടായില്ല. എ ഐ നമ്മൾ ഉപയോഗിക്കണം, പക്ഷേ എ ഐ അല്ല നമ്മൾക്ക് വേണ്ടി എഴുതേണ്ടത്. അറിയില്ലടോ, ഫ്രാങ്ക്ലി സ്പീക്കിംഗ് നമ്മൾ അങ്ങനെ ഡിസ്കവർ ചെയ്യാനുള്ള അങ്ങനെ ഒരു ഇൻ്റലക്ച്വൽ രീതിയിലൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് ഒരു സ്കൂളും അക്കാഡമിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോൺവൊക്കേഷനിലൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമല്ലോ, സംസാരിക്കുന്ന പ്രതീക്ഷ അവിടെ ആളുകളിരിക്കുമ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ലേൺ അബൌട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. നമ്മൾ ചെറുപ്പം തൊട്ട് LKG തൊട്ട് UKG തൊട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആളുകളെ പഠിക്കുന്നു, ഒക്കെ പഠിക്കുന്നു. അപ്പോഴൊക്കെ നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യം, നമ്മൾ ആരാണെന്ന് നമ്മൾ സ്വയം പഠിക്കുന്നത് പലപ്പോഴും സാധിക്കാറില്ല. ഞാൻ ഒരുപാട് ഇൻ്റലക്ച്വലായിട്ട് പോകാൻ ശ്രമിക്കുന്നതല്ല, പക്ഷേ ദിസ് ഇസ് വാട്ട് ഐ ബിലീവ്. സോ ഞാൻ എന്നെ തന്നെ പഠിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ലെവൽ വരെ ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവുക. അതാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു മിസ്ഫിറ്റ് എന്ന് പറയുന്നത്. ന്യൂയോർക്കിൽ ഹോൾ ഓഫ് ഫെയിമിലൂടെ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, പക്ഷേ അത് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ എനിക്കൊന്നൊരു 50 മില്യൺ മുകളിലൊക്കെ കയറിയിട്ടുണ്ട് സാധനം. യൂട്യൂബിൽ ആരോ എടുത്തിട്ടുണ്ടോ. അതും സംഭവം നടന്നിട്ട് ഒരു 2 വർഷത്തിനോ 3 വർഷത്തിനോ ശേഷമാണ് അത് അത്യാവശ്യം വൈറലായത്. അതൊക്കെ സംഭവിച്ചത് എനിക്കറിയത്തില്ല. ആ ഒരു സ്ഥലത്ത് ചെന്നാൽ ഒരു മലയാളി എന്ത് ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നി ചിന്തിച്ചപ്പോൾ എന്നാൽ പിന്നെ ഒരു ലുങ്കി കൊടുത്ത് അവിടെ എല്ലാവരും നടക്കുന്ന എങ്ങനെ അറിയില്ല. ആ വീഡിയോയിലുണ്ട്, ഒരുത്തൻ എന്തെങ്കിലും നോക്കുന്നുണ്ട്, ഇതുവഴിയൊക്കെ ഇങ്ങനെയൊക്കെ നടക്കാൻ നീ ആരാടാ എന്ന രീതിയിൽ. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്, അത്രേ ഉള്ളൂ. ഒരു ഫോട്ടോ എടുക്കുന്ന എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു അബദ്ധത്തിൽ പറ്റിയതാണ്. ജീത്ത് എന്ന് പറയുന്ന നമ്മുടെ കൂടെ പണ്ട് വർക്ക് ചെയ്ത പുള്ളിയുണ്ട്. ജീത്തിനോട് ഞാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് പുള്ളി ഫോട്ടോയ്ക്ക് പകരം വീഡിയോ എടുത്തതാണത്. അങ്ങനെയാണ് ഒരു 15 സെക്കൻഡ് അത് വീഡിയോ ആയിട്ട് വന്നത്, അല്ലെങ്കിൽ വെറും ഒരു ഫോട്ടോയിൽ ഒതുങ്ങേണ്ടതായിരുന്നു. അപ്പം ചില ഭാഗ്യങ്ങളും ചില മിസ്ഫിറ്റുകളും. നമ്മൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കുറച്ചുകൂടെ പുറകോട്ട് കൊണ്ടു വരും. ഒരു 30 വയസ്സൊക്കെ ആയപ്പോൾ പലരെയും പോലെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, നമ്മളൊരു 40 ആകുമ്പോൾ ഒന്ന് റിട്ടയർമെൻറ്റ് ലൈഫ് എന്താണെന്ന് അറിയണം. കാരണം പണ്ടൊക്കെയാണ് നമ്മുടെ പാരൻസൊക്കെ എന്തായാലും ഒരു 60-ന് ശേഷം ചിന്തിക്കുന്ന കാര്യം നമ്മളിങ്ങനെ പതുക്കെ പുറകോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഞാൻ വീട്ടിൽ പറഞ്ഞപ്പം വീട്ടിൽ നടക്കുമോ എന്നുള്ള ഒരു ചോദ്യം വന്നു. ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയതാണ്. പക്ഷേ ആ 30 തൊട്ട് അടുത്ത ഒരു 10 വർഷം എൻ്റെ ജീവിതം ഞാൻ ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്തൊരു സമയമായിരുന്നു. ടച്ച് വുഡ് ഇതുവരെ ആ പ്ലാൻ അനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു 40-41 ആകുമ്പോൾ നമ്മൾക്ക് ഒരു കോർപ്പറേറ്റ് ലൈഫ് നിർത്തുക, അല്ലാതെ ജോലി ചെയ്യുന്നത് നിർത്തുക എന്നോ അല്ലെങ്കിൽ മുമ്പോട്ട് ജീവിക്കുന്നില്ല എന്നുള്ളതല്ല. കോർപ്പറേറ്റ് ലൈഫിനോട് ഒരു ഗുഡ് ബൈ പറയണമെങ്കിൽ ഒരു 41 ആകുമ്പോൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റേ ലേണിംഗ് യുവർ സെൽഫ് എന്ന് പറയുന്ന പോലെ വിച്ച് ആർ ദ തിങ്സ് ദാറ്റ് ഐ ക്യാൻ ഡു പ്രോബബ്ലി അറ്റ് 41 ഇഫ് ഐ എം റിട്ടയറിങ്. അപ്പോൾ അതിൻ്റെ ഒരു മനക്കണക്കുണ്ടായിരുന്നു. ലിസ്റ്റ് എഴുതിയില്ലെങ്കിലും മനസ്സിലുണ്ടായിരുന്നു ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അതിൻ്റെ ഉള്ളിൽ മാക്സിമം ഇത്ര റവന്യൂ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ടു ബി ഫ്രാങ്ക് ബാങ്കിലൊരു 1 കോടി രൂപ എത്തിക്കണം, അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ നടന്നതും നടക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മനസ്സിൽ. അതിലുള്ള ഒരെണ്ണമായിരുന്നു ഏതെങ്കിലും ഒരു നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യണം. 31-ൽ നമ്മൾ മറ്റേ ജോയിൻ ചെയ്യുന്നിട്ടില്ല, 2016-ലല്ലേ ജോയിൻ ചെയ്തത്. അപ്പം അത് സംഭവിച്ചു. അപ്പം മനസ്സിലായി, അപ്പോൾ ഈ അടുത്തൊരു ഞാൻ എത്ര നാൾ ഇവിടെ ഉണ്ടോ അത്ര നാൾ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് സേവ് മാക്സിമം സോ ദാറ്റ് യു റീച്ച് ദാറ്റ് ഗോൾ ഓഫ് കീപ്പിംഗ് സം മണി ഇൻ യുവർ ബാങ്ക്. അങ്ങനെ പോകുന്ന വഴിക്കാണ് പതുക്കെ ഇൻവെസ്റ്റൊക്കെ ചെയ്യാനായിട്ടുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തി. ബിസിനസ് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, നമ്മൾ MBA പഠിച്ചിട്ടില്ല. അപ്പം ആദ്യത്തെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 60 lakhs ഉണ്ടായിരുന്നു. ആ 60 lakhs ഞാൻ ഉദ്ദേശിച്ചത് ഒരു MBA പഠിക്കാനായിട്ട് ഞാൻ ചിലവാക്കുന്ന കാശ് ഞാനൊരു ബിസിനസ്സിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, സോ ദാറ്റ് ഐ ക്യാൻ ലേൺ ബിസിനസ് ഡയറക്ട്ലി. അങ്ങനെയാണ് ചെന്നൈയിൽ ഉണ്ടായ സമയത്തൊക്കെ നമ്മൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും അങ്ങനെ പതുക്കെ അതൊരു കോൺഫിഡൻസ് കിട്ടുന്ന പോലെ തോന്നി. ശരി, അങ്ങനെയാണെങ്കിൽ വേറെ എന്ത് ചെയ്യാം. ഇപ്പോൾ സിനിമയും ഡബ്ബിങ്ങും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പം ഒന്നുമില്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് പോയിട്ട് ചാൻസ് ചോദിക്കാമെന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതിങ്ങനെ പതുക്കെ ചെയ്തപ്പോഴാണ് പല വെന്യൂസ് മുമ്പിൽ ഓപ്പണായി. എൻ്റെ ഒരു ക്യാരക്ടറിന് ഇതുവരെ ഞാനൊന്നും നോ പറഞ്ഞിട്ടില്ല. ഇന്നലെ തന്നെ വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ നോ പറയാത്തത് നോർമലി ഐ ഡോണ്ട് സേ നോ. അത് ഇഫ് ഇറ്റ്സ് കമ്മിങ് ടു മൈ സൈഡ് ദർ ഷുഡ് ബി എ റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്ന് പറയും. പിന്നെ കുറച്ചും കൂടെ സാഹിത്യപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി നോക്സ് യുവർ ഡോർ എന്നൊക്കെ പറയുമല്ലോ.
വോട്ട് ഐ ബിലീവ് ഇസ് നമ്മൾ ആ ഡോർ അടച്ചിടുന്നതുകൊണ്ടാണ് ഓപ്പർച്യൂണിറ്റിക്ക് നോക്ക് ചെയ്യേണ്ടി വരുന്നത്. കീപ് ഇറ്റ് ഓപ്പൺ സോ ദാറ്റ് നമ്മുടെ വീട്ടിലൊരാളൊരു സുഹൃത്തോ ഒരു അതിഥി കയറി വരുന്ന പോലെ ഓപ്പർച്യൂണിറ്റി കയറി വരാം. ഒരു സ്ട്രേഞ്ചറിനെ പോലെ നോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. അത്രേ ഉള്ളൂ. ഒരു വളരെ സിമ്പിളാണ്. ഇത് ഇത്രയൊന്നും പറയേണ്ട ആവശ്യം പോലും ഇല്ലത്. ഉണ്ട് സ്വാഭാവികമായിട്ടും. ചോട്ടാ പാച്ചി എന്നായിരുന്നു എൻ്റെ പേര്. ചോട്ടാ പാച്ചി ഹിന്ദി അറിയുന്നവർക്കറിയാം. സ്മോൾ പേഴ്സൺ, ഷോർട്ട് ഗൈ. ചെറുപ്പം തൊട്ടേ സ്കൂളിൽ പഠിക്കുന്ന തൊട്ടേ എൻ്റെ അടുത്ത് ഇപ്പോഴും ഒരു ഫോട്ടോ ഉണ്ട്. ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിക്കുമ്പം ഞാൻ ഇത്രയേ ഉള്ളൂ, എന്നേക്കാൾ 2 വർഷം സീനിയർ ആയിട്ടുള്ളവർക്ക് ഈ ഹൈറ്റിലാണ്. അപ്പം അതായിരുന്നു ആ സമയത്തെ നമ്മുടെ ഏതൊരു ഏതൊരു നമ്മൾ ലൈനിലും ക്യൂവിലും ഏറ്റവും മുമ്പിൽ നിൽക്കണം, അസംബ്ലിയിൽ ഏറ്റവും മുമ്പിലായിരിക്കും, അടി കിട്ടുന്നതും ഏറ്റവും ആദ്യമായിരിക്കും, ഏറ്റവും എളുപ്പത്തിൽ ചെവിയിൽ തൂക്കി പിടിക്കാൻ എളുപ്പമുള്ള സൈസിലാണ് നമ്മൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലുണ്ട്. പക്ഷേ അന്നും അതൊരു ബുള്ളിങ് എന്ന് നമ്മുടെ മനസ്സിലില്ലല്ലോ. ഇന്നല്ലേ നമ്മൾ ഒരു വേറെ ആളെ സ്വന്തം പേരല്ലാതെ വേറൊരു പേര് വിളിച്ചാൽ, ഈവൻ മോൻ സ്കൂളിൽ അവൻ തമാശയ്ക്ക് വേറൊരു പേര് വിളിച്ചപ്പോൾ അത് ബുള്ളിങ് എന്ന രീതിയിൽ നമുക്ക് മെയിലൊക്കെ വന്നിട്ടുണ്ട്. നെയിം കോളിങ് ഇസ് പാർട്ട് ഓഫ് ബുള്ളിങ്. ഐ എം നോട്ട് സെയിം ഐ എം അഗെയിൻസ്റ്റ് ഇറ്റ്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് ഇറ്റ് കംസ് അണ്ടർ ബുള്ളിങ്. അന്ന് നമുക്കിതൊന്നും അറിയില്ലല്ലോ. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പൊക്കം കുറഞ്ഞ ആൾക്ക് അങ്ങനെയുള്ള കളിയാക്കലുകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ. ഇന്നാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിനെ വേറെ രീതിയിൽ കണ്ടേനെ. ആ രീതിയിൽ സ്വാഭാവികമായിട്ടും പിന്നെ കുറേ കാലം ഞാൻ വിചാരിച്ചു പൊക്കം വെക്കുന്നു എന്ന് വെച്ച് ഭയങ്കര പൊക്കമില്ലായ്മയോ അല്ല, എനിക്ക് ഒരു 5'1" വരെ എത്തി. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായി ഇനിയും നമ്മുടെ ലൈഫ് ഇതാണ്. പക്ഷേ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ടോ. അതിലുണ്ടായ ഏറ്റവും വലിയ ഗുണമാണ് സ്വാഭാവികമായിട്ട് കുള്ളൻ്റെ ഭാര്യ എന്ന് പറയുന്ന സിനിമയിൽ അമലേട്ടൻ എന്നെ കാസ്റ്റ് ചെയ്തത്. ഞാൻ തമാശയ്ക്കാണെങ്കിലും പറയാറുണ്ട്, അമിതാഭ് ബച്ചന് പോലും ചെയ്യാൻ പറ്റാത്ത റോളാണത്. അതാര് കണഞ്ഞ് ശ്രമിച്ചാലും ആര് കുനിഞ്ഞു നിന്നാലും ചെയ്യാൻ പറ്റാത്ത റോളാണത്. അപ്പോൾ പിന്നെ അത് എൻ്റെ അഡ്വാൻറ്റേജാണ്. രസകരമായ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും ട്രെയിനിൽ തിരക്കുണ്ടെങ്കിൽ അന്നത്തെ ചേച്ചിമാരും ആൻറ്റിമാരും എന്നെ മടിയിലിരുത്തുമായിരുന്നു. ഞാൻ ഏതോ ചെറിയ കുട്ടി 5ാം ക്ലാസ് 6ാം ക്ലാസ് എന്ന് വെച്ചിട്ട്. അപ്പം ടേക്ക് ഇറ്റ് ആസ് യുവർ അഡ്വാൻറ്റേജ്. ദാറ്റ്സ് ലാൽ സാറൊക്കെ എപ്പോഴും പറയുന്ന പോലെ, മോനെ ഇത് സംഭവിക്കുന്നതാണെന്ന് പറയാനാണ് നമ്മുടെ ആഗ്രഹം. നമ്മളവിടെ എത്തിയിട്ടില്ല, അതുകൊണ്ട് പറയുന്നില്ല. ഇറ്റ് ഹാപ്പൻ ഫോർ എ റീസൺ ഫോർ ഷുവർ. ഇപ്പം ഇതുവരും എവിടെയും പറഞ്ഞിട്ടില്ല. ആശാൻ എന്ന് പറയുന്നത് ജോൺ പോൾ സംവിധാനം ചെയ്ത സിനിമയാണ്. ജോണിൻ്റെ 3ാമത്തെ പടമാണ്. ജോൺ ആൻഡ് ഐ ആർ ലൈക്ക് വെരി ഗുഡ് ഫ്രണ്ട്സ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ ചെന്നൈയിലുള്ളപ്പോൾ തൊട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പുണ്ട്. അപ്പോൾ ജോൺ അടുത്ത പടം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഐ ഹാഡ് ദ പ്രിവിലേജ് ടു ആസ്ക് ഹിം, ഇവിടെ ഞാൻ അസിസ്റ്റ് ചെയ്തോട്ടെ എന്നുള്ളത്. ഞാൻ ഡയറക്റ്റ് ചെയ്തോട്ടെ എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ, പ്രൊഡ്യൂസ് ചെയ്തോട്ടെ എന്നും ചോദിക്കാൻ പറ്റില്ല. ജോണിൻ്റെ തന്നെ പ്രൊഡക്ഷനാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ചോദിക്കാൻ പറ്റുന്നത് ഒന്നെങ്കിൽ അഭിനയിക്കാൻ അവസരം തരണം എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ എ ഡി ആയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എ ഡിയുമായി ഒരു ക്യാരക്ടറും ചെയ്യുന്നുണ്ട്. പക്ഷേ ഐ വാണ്ടഡ് ടു ലേൺ മോർ. കാരണം നമ്മൾ BSc ഇലക്ട്രോണിക് മീഡിയ ആണ് ഞാൻ ചെന്നൈയിൽ പഠിച്ചത്. സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഡയറക്ഷൻ എല്ലാം ആണെങ്കിലും പ്രാക്ടിക്കൽ നോളജ് വളരെ കുറവല്ലേ. നമ്മൾ പഠിക്കുന്നത് തിയറി ആയിരുന്നല്ലോ അവിടെ കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിനിമ ഉണ്ടാകുന്ന ഒരു പ്രക്രിയ അടുത്തറിയാനായിട്ടുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. വേറെ അടുത്ത് പോയി ചോദിച്ചാൽ കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ്. സോ ഐ തോട്ട് വൈ നോട്ട്. ആസ് ഐ സെഡ്, ജോൺ വാസ് ലൈക്ക് കൈൻഡ് ഇനഫ് ടു സേ ചേട്ടാ വാ എന്നുള്ളത്. പിന്നെ ലൈക്ക് അതാൻ പറഞ്ഞ പോലെ ഐ വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി പാർട്ട് ഓഫ് ഇറ്റ്. ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. റിലീസ് ഡേറ്റ് ഇപ്പോഴും നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ അതൊരു ഭയങ്കര പ്രോസസ്സായിരുന്നു. ഒരു സിനിമ ഉണ്ടാകുന്നതും അതിൻ്റെ ഭാഗമാകുക. ഏറ്റവും രസം AD ആണ്. നമ്മൾ ബാക്കി ADs ഉണ്ട്, അസോസിയേറ്റ് ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ ക്യാരക്ടർ ഞാൻ ക്യാമറ മുമ്പിൽ വരുമ്പോൾ നമ്മൾ മറ്റേ വേറെ സാധനമാണല്ലോ, സെലിബ്രിറ്റി ആവണമല്ലോ. ആ ഒരു ഷിഫ്റ്റും ട്രാൻസിഷനൊക്കെ ഭയങ്കര രസമായിരുന്നു. ചില ദിവസങ്ങളിൽ നമ്മൾ ക്യാരവാനിലിരിക്കും, ചില ദിവസം നിലത്തിരിക്കും. ഐ വോണ്ട് ടു ഡു ഇറ്റ്. ഇപ്പം ഇനി അങ്ങോട്ടും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ടു ഹൂവർ ഈസ് ലിസ്ണിങ്, നാളെ ഒരു അവസരം വരികയാണ് ഒരു പടം ഡയറക്റ്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഐ ഷുഡൻറ്റ് സേ ദാറ്റ് ഐ എം നോട്ട് പ്രിപ്പയർഡ്. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഡ്രോൺ പൈലറ്റാണ്. ഡ്രോൺ ഓടിക്കാൻ ലൈസൻസ് എടുത്തിട്ടുണ്ട്. ആകാശത്ത് 8 ഇട്ടിട്ട് ഐ ഡോണ്ട് ഹാവ് എ ഡ്രോൺ. പക്ഷേ ഞാൻ അന്നത് എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ അത് MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളൊരു കോഴ്സായിരുന്നു. ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഐ എം ലൈക്ക് ആൻ ഒഫീഷ്യൽ ഡ്രോൺ പൈലറ്റ്. ഒരു 24.5 കിലോ വരെയുള്ള ഡ്രോൺ ഇന്ത്യയിൽ പറത്താനുള്ള ലൈസൻസ് ഉണ്ട്. പക്ഷേ ഞാൻ അതിനുശേഷം പറത്തിയിട്ടില്ല. പക്ഷേ എന്തെങ്കിലും പറത്താൻ എനിക്ക് തോന്നുമ്പോൾ എനിക്ക് ലൈസൻസ് വേണം എന്ന് കരുതി ചെയ്തതാണ്. അങ്ങനെ ഞാൻ കുറേ സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ലൈഫിൽ. അതൊക്കെ ആയിരിക്കാം ഇതും. ക്രിയേറ്റേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് സ്കൂള് നമ്മൾ പ്ലാൻ ചെയ്തത് CDA എന്ന് പറയുന്നൊരു അക്കാഡമി ഓൾറെഡി ഒരു 6 വർഷമായിട്ട് കൊച്ചിയിലും കോഴിക്കോടും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2000-3000-ഓളം അംബാസഡേഴ്സ് ഉണ്ട് നമുക്ക് പഠിച്ചിറങ്ങിയവർ, ഒരുപാട് പ്ലേസ്മെൻറ്റ്. CDA is like one of the best digital marketing academies in Kerala, no doubt about it.
അപ്പോൾ ഒരു 2 വർഷം മുമ്പ് ഞാൻ മെറ്റയിലുള്ള സമയത്ത്, മെറ്റയിൽ നമ്മൾ ഉണ്ടായിരുന്ന സമയത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് മെറ്റ മാത്രമേ നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പ് നമ്മൾ ബിസിനസ്സിലുണ്ടെങ്കിലും പല കാര്യങ്ങളുണ്ടെങ്കിലും ഇടയ്ക്ക് ആരും അറിയാതെ പോയി, അറിഞ്ഞാണെങ്കിലും അറിയാതാണെങ്കിലും അഭിനയിക്കാൻ പോയെങ്കിലും തോൽവി FCയും തിരികെയൊക്കെ ആ സമയത്ത് ചെയ്ത, പവി കെയർ ടേക്കറൊക്കെ ആ സമയത്ത് ചെയ്താൽ ലീവ് എടുത്ത് പോയി ചെയ്തിട്ട് തിരിച്ചു വരിക. അപ്പോൾ നമുക്ക് മറ്റേ മലയുടെ മുകളിൽ നിന്നിട്ട് യെസ് ഞാനിത് ചെയ്തു എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, ജോലിയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ആണ് എഗെയിൻ ആരോടും പറയാതെ ഞാൻ CDയുടെ ഒരു ഭാഗമാകുന്നത്. അപ്പം ആ സമയത്താണ് നമ്മൾ ഓൺലൈനായിട്ടുള്ളൊരു കോഴ്സുകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതുവരെ ഓഫ്ലൈൻ ക്യാമ്പസുകൾ മാത്രമായിരുന്നു. ഒരു 100 അവേഴ്സിൻ്റെ ഓൺലൈൻ കോഴ്സും പിന്നെ ചളിക്കവട്ടത്തൊരു സ്റ്റുഡിയോ സ്പേസും ഒക്കെ ആയിട്ട് നമ്മൾ അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെയാണ് ഞാനൊരു ഭാഗമാകുന്നത്. ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താൻ ഉള്ള സമയത്ത് ബോൺ ഓൺ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോഴ്സ് ഉണ്ടല്ലോ, BOI. ബോൺ ഇൻസ്റ്റഗ്രാമിൻ്റെ മലയാളം വേർഷൻസ് ഒരു 15 മോഡ്യൂൾ പഠിപ്പിക്കുന്ന മൊത്തം എൻ്റെ വോയിസിലാണല്ലോ മലയാളത്തിൽ വരുന്നത്. ഞാൻ വാശി പിടിച്ച് ഞാൻ തന്നെ ചെയ്തതാണല്ലോ, വേറൊരുത്തനെയും ഞാനത് സമ്മതിക്കില്ല എന്നുള്ളത്. ഈ സാധനം ഞാൻ പോലും അറിയാതെ 2000-ഓളം CDയുടെ സ്റ്റുഡൻസ് അവരുടെ കോഴ്സിൻ്റെ ഭാഗമായി പഠിച്ചിരുന്നു എന്ന് അറിഞ്ഞ മൊമെൻറ്റിലാണ് എനിക്കതൊരു ഭയങ്കര ഒരു ഓ മാൻ, ഐ മീൻ ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ലൈക്ക് പീപ്പിൾ വർ ആക്ച്വലി ലിസണിങ് ടു മീ. ഇത്രയും പേര് സർട്ടിഫിക്കറ്റ് എടുത്തതിൽ എൻ്റെ കോഴ്സും ഒരു ഭാഗമായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ CDയിലുള്ള സ്റ്റുഡൻസിനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നൊരു ഒരു 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 രസകരമായ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയപ്പോൾ ഞാനതിലൊരു നിമിത്തമായി കണ്ടു. അങ്ങനെയാണ് പിന്നെ ആ ഒരു ടീമിൻ്റെ ഭാഗമായത്. പിന്നെ മെറ്റയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ഐ അനൗൺസ്ഡ് മൈ അസോസിയേഷൻ വിത്ത് ദം. അതിനുശേഷമാണ് നമ്മളെല്ലാവരും കൂടെ ഈ CDയുടെ ഭാഗമായിട്ട് കോഴിക്കോട് ഒരു 100-150 വർഷം പഴയ ഒരു ബിൽഡിങ് നമ്മൾ എടുത്ത് അതിൻ്റെ ഹെറിറ്റേജ് പരിപാടികൾ ഒട്ടും ചോരാതെ സെറ്റിട്ട പോലെ അല്ലാതെ ഒറിജിനൽ ഓടും ഒറിജിനൽ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയത്. എനിക്ക് തോന്നുന്നു 1940s അത് ഒരു സ്ട്രോങ് ആയിട്ട് നിന്നൊരു ബിൽഡിംഗ് ആയിരുന്നു. നമ്മൾ തൊടുമ്പത്തേക്ക് അവിടെയുള്ളതൊക്കെ പൊളിയാൻ തുടങ്ങി. പിന്നെ നമ്മളതിനെ മൊത്തം റീബിൽഡ് ചെയ്ത് എനിക്ക് തോന്നുന്നില്ല, വെറുതെ പറയുന്നതല്ല, കേരളത്തിൽ അങ്ങനെ ഒരു ക്യാമ്പസ്, പഠിക്കാനുള്ളൊരു ക്യാമ്പസ് ഈ ഒരു ഹെറിറ്റേജ് ഫീലിൽ അകത്ത് ചെന്നാൽ നമുക്ക് ഒന്ന് ഇരുന്ന് പഠിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു സാധനം, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നമുക്കിവിടെ സൈക്കിൾ ഓടിക്കാം, ഡ്രോണും പറത്താം, അതുപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ്. ഒരു 300 സ്റ്റുഡൻസിന് ഒരുമിച്ചിരുന്ന് പല പല ക്ലാസ് റൂംസായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അവിടെ നമ്മൾ ക്രിയേറ്റർ കോഴ്സുകളുണ്ട്, ഒരു 6 മാസത്തെ കോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ബാക്കി കോഴ്സുകളുണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് കോഴ്സുണ്ട്, അതാണ് AMME എന്ന് പറയുന്ന നമ്മളെല്ലാവരും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അഡ്വാൻസ് മാർക്കറ്റിംഗ് മാനേജർ ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. അപ്പോൾ ഈ സാധനം ഒരു 10 മാസത്തെ കോഴ്സാണ്. അതിന് നമ്മൾ മാക്സിമം അതൊന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് ഇരുന്നിട്ടുണ്ട്. വെച്ചാൽ അതിൽ പഠിപ്പിക്കുന്നത് ഇപ്പം എന്നെ പോലെയുള്ളവർ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടല്ലോ, യൂട്യൂബിലുണ്ട്, സ്നാപ്ചാറ്റിലുണ്ട്, മെറ്റയിലുണ്ട്. ഇവരെയൊക്കെ നമ്മൾ ഓരോരുത്തരായിട്ട് പിക്ക് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് ഇവിടെ ഒരു നല്ലൊരു ഓൺടർപ്രണർ ആകാൻ, നല്ലൊരു മാർക്കറ്റിംഗ് മാനേജർ ആകാൻ താല്പര്യമുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു 20-25 പേർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണ് ഇപ്പം നമ്മൾ. അത് മിക്കവാറും ഈ നവംബറിൽ നമ്മൾ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. എനിക്കൊന്ന് ഇഫ് യു ആസ്ക് മീ വി ആർ അറ്റ് ദ റൈറ്റ് സ്പോട്ട് റൈറ്റ് നൗ. ഇപ്പം ക്രിയേറ്റേഴ്സായിട്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ക്രിയേറ്റേഴ്സൊക്കെ ഒരു സമയത്ത് റീൽസൊക്കെ വരുന്ന സമയത്ത് ലൈക്ക് നോർമൽ ക്രിയേറ്റേഴ്സ് റൈറ്റ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ അങ്ങനെയാണല്ലോ നമ്മൾ ടിക്ടോക്ക് പോയി റീൽസ് വന്ന സമയത്ത്. ഒരു വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ കൂടെ നമ്മൾ പലർക്കും സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു ട്രാൻസിഷൻ ഫേസ് നമ്മൾ കണ്ടതാണ്, ഒരാൾ ഒരു ക്രിയേറ്ററായി മാറുന്നത്. അതുവരെയുള്ള ഫോട്ടോയും അല്ലെങ്കിൽ ഇമേജസും IGTVയും പരിപാടികളിൽ നിന്ന് ഒരു ഫുൾ ടൈം ക്രിയേറ്ററായിട്ട് ആളുകൾ മാറിയത് റീൽസൊക്കെ വന്നതിന് ശേഷമാണ്. ഞാൻ അടുത്ത ഒരു 10 വർഷമെങ്കിലും ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിലൊരു വലിയ മാറ്റത്തിന് സാധ്യതയില്ല അൺലെസ് ആൻഡ് അൺടിൽ യു ക്രിയേറ്റ് എ ബെറ്റർ കോണ്ടൻറ്റ്. ഈ ഒരു സ്ട്രാറ്റജി ഇങ്ങനെ തന്നെ പോകുള്ളൂ. ഇപ്പം എത്രയൊക്കെ പറഞ്ഞാലും പത്രമാണെങ്കിലും അല്ലെങ്കിൽ റേഡിയോ ആണെങ്കിലും TV ആണെങ്കിലും അവിടെ നിലനിൽക്കും. പലരും ചോദിക്കുന്ന സാധനമുണ്ട്, ഇവരെയെല്ലാം അടിച്ചിട്ടിട്ട് ഡിജിറ്റൽ കയറി വരില്ല എന്നുള്ളത്. ഇപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അഡ്വർടൈസ് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് അവർക്കുണ്ട് താനും. കാരണം റീല് കണ്ടു എന്നുള്ളത് കൊണ്ട് നമുക്കതിൽ കൺവേർഷൻ വരണമെന്ന് നിർബന്ധമില്ല. അതിലും കൂടുതൽ ഫേസ്ബുക്കിൽ ചിലപ്പോൾ നമ്മൾ ആഡ് റൺ ചെയ്താൽ നമുക്ക് അവിടെ കൺവേർഷൻ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ പീപ്പിൾ ഹു ആർ വാച്ചിങ് ഇറ്റ്. ഫേസ്ബുക്കിലാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ സ്പെൻഡിങ് പവറുള്ള, ഇപ്പോൾ എൻ്റെ പേരൻസ് ഐ ഡോണ്ട് തിങ്ക് ദേ ആർ ഓൺ ഇൻസ്റ്റഗ്രാം. അമ്മ ഇടയ്ക്ക് ഒരു സാരിയുടെ ലിങ്കൊക്കെ അയച്ചു തരും, ഇത് മേടിക്കട്ടെ എന്ന് ചോദിച്ചിട്ട്, ദാറ്റ്സ് ബിക്കോസ് ഷീസ് ഓൺ ഫേസ്ബുക്ക്. അപ്പോൾ സ്പെൻഡിങ് പവർ കൂടുതലുള്ളവർ ഫേസ്ബുക്കിൽ തന്നെയാണെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ അത് പതുക്കെ കയറി വരുന്നുണ്ട്. കാരണം ഒരു
30+ അല്ലെങ്കിൽ 25+ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവരുണ്ടാകും. പക്ഷേ യങ്ങർ ജനറേഷൻ അതിൽ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പം ടു യുവർ ക്വസ്റ്റ്യൻ, ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഏറ്റവും കൂടുതൽ ബ്രാൻഡുകൾ ഡീലുകൾ ചെയ്യാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സായിട്ട് ആണെന്നുള്ളത് ഉറപ്പാണ്. കാരണം മറ്റേത് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഒരുപാട് ബ്രാൻഡഡ് ഡീൽസ് ചെയ്യുമ്പം ടി വിയിലേക്ക് പോകുന്ന വലിയ വലിയ ക്യാമ്പയിനുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ച ഒരു SUV ബ്രാൻഡ്, ആ SUV ടി വിയിൽ പരസ്യം ചെയ്യാൻ വെച്ചിരുന്ന എമൗണ്ടാണ് അവർ കംപ്ലീറ്റ്ലി ഇങ്ങോട്ടേക്ക് മാറ്റി ഒരു ടോപ്പായിട്ടുള്ള ഒരു 4 ഇൻഫ്ലുവൻസേഴ്സിലേക്ക് അവരത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ദാറ്റ്സ് എ ഹ്യൂജ് ഷിഫ്റ്റ്. അത് കുറേ നാളുകളായിട്ടുള്ള ഷിഫ്റ്റാണ്. ആൻഡ് ഇറ്റ് വിൽ ബി മോർ സ്ട്രോങ് നൗ. അത് അടുത്തൊരു 10 വർഷം ഇങ്ങനെ തന്നെ പോവും. അതിന് ശേഷം എങ്ങോട്ടാണെന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. വന്ന സമയം തൊട്ട് ഞാൻ എൻ്റെ പെർഫോമൻസ് റിവ്യൂ എല്ലാം ChatGPT കൊണ്ടാണ് എഴുതിച്ചിരുന്നത്. അത് വളരെ ഓപ്പണായിട്ട് ഞാൻ പറയുകയും ചെയ്യുന്നു. അതിന് ശേഷമാണ് മെറ്റ AI വന്നത്. കുറച്ചും എളുപ്പമായി. നമുക്ക് ഇൻറ്റേർണലി നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇൻറ്റേർണൽ ടൂൾ മെറ്റയിലും അറിയുകയും ചെയ്യുന്നു. ഐ ആം എ സപ്പോർട്ടർ ഓഫ് AI. ഇത്ര മാത്രമേ ഉള്ളൂ. AI ഇപ്പോൾ കഴിഞ്ഞ വർഷം പീയൂഷ് പാണ്ഡെ മരിച്ചുപോയല്ലോ. പുള്ളിയുടെ ഒരുപാട് റീൽസ് ഇപ്പോൾ വരുന്നുണ്ട്. പുള്ളി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടത്, AI നമ്മൾ ഉപയോഗിക്കണം. പക്ഷേ AI അല്ല നമ്മൾക്ക് വേണ്ടി എഴുതേണ്ടത്, നമ്മൾക്ക് വേണ്ടി ഐഡിയേറ്റ് ചെയ്യേണ്ടത് AI അല്ല. ഐഡിയ നമ്മുടേതാവട്ടെ. ആ ഐഡിയയിൽ നിന്നും AI വെച്ചിട്ട്, അല്ലെങ്കിൽ ChatGPT വെച്ചിട്ടോ ജെമിനി വെച്ചിട്ടോ മെറ്റ AI വെച്ചിട്ടോ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പം നമ്മുടെ അക്കാഡമിയിൽ പഠിക്കുമ്പോൾ പോലും പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ബ്ലോഗ് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് എഴുതണമായിരുന്നു. ഇന്ന് ബ്ലോഗ് എഴുതണമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ ബ്ലോഗ് വരും. അപ്പം അതല്ല വേണ്ടത്. എന്തിനെക്കുറിച്ച് എഴുതണമെന്നും എങ്ങനെ എഴുതണം എന്നുള്ളത് നമ്മളൊന്ന് തീരുമാനിക്കട്ടെ. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ മുമ്പ് AI ഒക്കെ വരുന്നതിന് AI എന്നല്ല, ഈ ChatGPT ഓഫ് ദ വേൾഡ് വരുന്നതിന് മുമ്പ് എനിക്കൊരു സംശയം ഉണ്ടെങ്കിൽ അത് അറിയുന്ന ഒരാളോട് ഞാൻ ചോദിക്കില്ലേ? അല്ലാതെ ലോകത്തെ എല്ലാ കാര്യങ്ങളും എനിക്കറിയണമെന്നോ എനിക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല. സ്വാഭാവികമായും വേറെ ആൾ ചോദിക്കും. ആ രീതിയിൽ മാത്രം AI കാണുന്നതാണ് എനിക്ക് താല്പര്യം. മനസ്സിലായില്ലേ? ഇപ്പം ഫോട്ടോ എടുക്കുന്നു, അതിൽ അങ്ങോട്ട് ചെയ്യുന്നു, ഇങ്ങോട്ട് ഇടുന്നു, മറ്റേ വേറൊരു പ്രോഡക്റ്റ് ഇടുന്നു, അതൊക്കെ അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസ് എന്നുള്ളതല്ലാതെ അല്ല. പ്രശ്നം പറ്റുന്നത് പ്രത്യേകിച്ച് നമ്മുടെ അക്കാഡമിയിലൊക്കെ ഒരു കോപ്പി റൈറ്റിംഗ്, ഒരു പ്രോഡക്റ്റിൻ്റെ കോപ്പി റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ 99% പേരും റിലേ ചെയ്യുന്നത് AIയിലേക്കാണ്. അപ്പം അവിടെ ക്രിയേറ്റിവിറ്റി എന്നൊരു സാധനത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോഴും പറയും സിനിമ ആളുകൾ ഇപ്പോഴത്തെ ജനറേഷൻ സിനിമ ഉണ്ടാക്കുന്നത് ഇതിനു മുമ്പുണ്ടായ സിനിമയുടെ പ്രമൈസുകളിൽ നിന്ന് മാത്രമാണെന്നുള്ളത്. പ്രത്യേകിച്ച് ഹിന്ദി സിനിമ, മറ്റേ കരൺ ജോഹറൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വരുന്ന സിനിമകളെല്ലാം ഇതിനു മുമ്പ് ഇറങ്ങിയ ഹിന്ദി സിനിമകളുടെ ബാക്ക്ഡ്രോപ്പിലാണ്. കാരണം അവർക്ക് ലൈഫില്ല, അവർ പുറത്തിറങ്ങി ലൈഫ് കാണുന്നില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഉള്ള സാധനങ്ങളിൽ നിന്നും നമ്മൾ വീണ്ടും വീണ്ടും അതിനെ അടർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്രിയേറ്റീവായിട്ടൊരു സാധനം എഴുതുന്നതിൻ്റെ സുഖവും ഒരു കാലത്ത് ഒരുപാട് പേര് അനുഭവിച്ചിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പീയൂഷ് പാണ്ഡെ പോലെയോ അല്ലെങ്കിൽ പ്രകാശ് വർമ്മയെ പോലെയോ സ്വന്തമായ ഒരു സാധനം എഴുതിയിട്ട് കിട്ടുന്ന ഒരു ഹൈ കിട്ടാതിരിക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നില്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്ക് അത് കയ്യിൽ നിന്ന് പോകരുതെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു ജനറേഷനോട് പറയാനുള്ളത്, കാര്യങ്ങൾ എളുപ്പമാണ്. പരസ്യം ഉണ്ടാക്കാനായിട്ടാണെങ്കിലും എന്തൊരു കാര്യവും നമുക്ക് പറഞ്ഞു തരാനായിട്ട് എല്ലാ ടൂൾസും ഉണ്ടെങ്കിലും സ്വയം ഉണ്ടാക്കിയ ഒരു ലൈൻ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു സാധനം എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ, അത് ചെയ്തു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അതിൽ നിന്നും പോകാതിരിക്കുക. വളരെ ഇമോഷണലായിട്ട് ഞാൻ പറയുന്നതാണ്. AI ഈസ് ഗുഡ്, AI ഷുഡ് ബി ദെയർ. പണ്ട് കമ്പ്യൂട്ടർ വന്ന പോലെ തന്നെയാണ്, ഒരുപാട് പേര് പറഞ്ഞതാണ്. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ദ മാസ്റ്റർ. AI ഷുഡൻറ്റ് ബി ആസ്കിങ് യു ടു ഡു തിങ്സ്. നമ്മൾ കാശുണ്ടാക്കിയാൽ പോരാ, കാശ് നമ്മൾക്ക് വേണ്ടി വേറെ കാശുണ്ടാക്കണമെന്ന് പറയുന്നത് പോലെ, മേക്ക് ഷുവർ ദാറ്റ് യു ആർ ദ മാസ്റ്റർ. മേക്ക് ഷുവർ ദാറ്റ് യു ഡിസൈഡ് വാട്ട് നീഡ്സ് ടു ബി ഡൺ. മേക്ക് ഷുവർ ദാറ്റ് ദ സീഡ് ഇസ് യോഴ്സ്. അതിനുശേഷം അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ തെറ്റില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വളരെ നാച്ചുറലായിട്ട് സംഭവിച്ചാണ്. എനിക്കൊന്ന് 8, 9, 10 പഠിക്കുന്ന സമയത്ത് നാടകങ്ങൾ അഭിനയിക്കുകയും മറ്റേ യൂദാസായിട്ടും ഒക്കെ പല പരിപാടികൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ 9 പഠിക്കുമ്പോൾ 8 പഠിക്കുന്ന ഒരു പുള്ളിക്ക് ഒരു സിനിമയിൽ, അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഒരു സിനിമയിൽ ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്.
എനിക്ക് അവനെ പ്രൊഫഷണലി ഭയങ്കര അസൂയായിരുന്നു എനിക്ക് അവനോട്. കാരണം അതിന് ശേഷം സിനിമയുടെ ശേഷം നാടകത്തിന് ബെസ്റ്റ് ആക്ടറൊക്കെ അവന് എളുപ്പത്തിൽ കിട്ടാൻ തുടങ്ങി എന്നൊക്കെ അന്നത്തെ എൻ്റെ പൊട്ടബുദ്ധിക്ക് ഞാനിരുന്ന് കരഞ്ഞിട്ടുണ്ട്. മറ്റേ കലാഭവൻ ചേട്ടൻ ബോധം കെട്ട് വീണു എന്നൊക്കെ പറഞ്ഞ സ്റ്റോറി പോലെ ഞാൻ ഒരു മൂലയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അവൻ സിനിമാ നടനായതുകൊണ്ടല്ലേ അവന് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അന്ന് തൊട്ടേ സിനിമ, അഭിനയം ആഗ്രഹമായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ നിലമ്പൂരൊക്കെയാണ് നമ്മൾ താമസിച്ചിരുന്നത്. കോട്ടയത്തേക്ക് വരുന്ന സമയത്ത് വണ്ടി ഓടിച്ച് വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആ സമയത്ത് പത്രത്തിലൊക്കെ വന്നിട്ടുള്ള കാസ്റ്റിംഗ് കോൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ വരുന്ന വഴിക്ക് ഫാദറും ഞാനും കൂടെ തൃശ്ശൂർ ഭാഗത്ത് ഇവിടെ ഇറങ്ങിയിട്ട് ഒരു കാസ്റ്റിംഗ് കോൾ, ഭയങ്കര ക്യൂ ഒക്കെയാണ്. ഒരു വിധത്തിൽ അകത്ത് ചെല്ലുന്നു. അപ്പോൾ ഏതോ ഒരു സീരിയലിൻ്റെ ഇതാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഓഡിഷൻ. ചെല്ലുന്നു, അപ്പം അഭിനയിച്ച് കാണിക്കാൻ പറയുന്നു. അപ്പോൾ മറ്റേ സാധനം മറ്റേ കത്തി ഇങ്ങനെ കുത്തിയിട്ട് വേദനയെടുത്ത് പൊളഞ്ഞ് കത്തി വലിച്ചൂരി ഇങ്ങനെ വീഴുന്നത്, അത് മാത്രമേ അറിയുള്ളൂ. അത് ചെയ്തു. അവർ ശരി ഒന്ന് മൊബൈൽ ഫോണൊന്നുമില്ലല്ലോ, വിളിക്കാമെന്ന് പറഞ്ഞു. ലാൻഡ് ലൈൻ നമ്പർ അവരുടെ തന്നിട്ടുണ്ട്, നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ചെയ്തല്ലോ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് കോട്ടയത്ത് പോയി, എല്ലാം കഴിഞ്ഞ് തിരിച്ച് നിലമ്പൂരെത്തി. എന്നിട്ട് എനിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ട്യൂഷൻ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഒരു ഫോണിൽ നിന്നും ബൂത്തിൽ നിന്ന് വിളിക്കുന്നു. വിളിച്ചപ്പം ഇവർ പറഞ്ഞു സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു. ഓഹ് സന്തോഷം, സീരിയൽ എന്താണെന്നോ ഒരു സീരിയൽ. പക്ഷേ 2500 രൂപ എങ്ങാണ്ട് തരണം എന്ന് പറഞ്ഞു. എടോ, ഐ എം ടോക്കിംഗ് അബൌട്ട് 1998. സമയത്ത് 2500 പോയിട്ട് 2 പോലും ഇല്ലാത്ത സമയമാണ്. കാരണം കറക്റ്റ് 50 പൈസയുടെ STയിൽ നമ്മൾ ഓടുന്ന സമയമാണ്. ഞാൻ മറ്റേ രക്തമൊക്കെ തിളച്ചിട്ട് മറ്റേ സാധനം കാശ് തന്നിട്ടൊന്നും എനിക്ക് അഭിനയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഇതിനെ അവരെ വേറെ എടുത്തിട്ട് അവർ അന്ന വേണ്ട എന്ന് പറഞ്ഞാൽ അവർ വെക്കുകയും ചെയ്ത്. ദിലീപേട്ടൻ പറയുന്നില്ല എനിക്ക് അതല്ല എന്ന് പറഞ്ഞിട്ട് നല്ല അവസരം കിട്ടിയില്ല. അങ്ങനെ അതാണ് എൻ്റെ ഫസ്റ്റ് ഒരു ഓഡീഷൻ, ഒരു ആഗ്രഹം. ആ സാധനം മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഒരിക്കലും അഭിനയിക്കണമെന്ന് വെച്ചാൽ ഒരിടത്ത് പോയി ചോദിക്കാൻ നമുക്ക് അറിയില്ലല്ലോ, അങ്ങനെ ഒരു കണക്ഷൻസും ഇല്ല. റേഡിയോയിൽ എത്തിയതിന് ശേഷം ഞാൻ മാംഗോയിൽ ഒരു 1.5 വർഷം കാലിക്കറ്റ് RJ ആയിരുന്നു. അതിനുശേഷം റെഡ് FM മാറി. റെഡിലിരിക്കുന്ന സമയത്താണ് മാംഗോയിൽ ഉള്ള മനുചേട്ടൻ, ബിഗ് ബി മുരുകൻ എന്ന് പറഞ്ഞ 2 പേരുണ്ടായിരുന്നു. അതിൽ മുരുകനാണ് മനുചേട്ടൻ. മനുചേട്ടൻ അമലേട്ടൻ്റെ ക്ലാസ്മേറ്റ്, അവർ ഒരുമിച്ച് പഠിച്ചാണ്. അപ്പം മനുചേട്ടനും എൻ്റെ ഹൈറ്റേ ഉള്ളൂ. പക്ഷേ അമലേട്ടൻ മനുചേട്ടനോട് പറഞ്ഞത്, നിൻ്റെ പൊക്കവും നിന്നേക്കാളും സൗന്ദര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞപ്പോൾ മനുചേട്ടൻ്റെ മനസ്സിൽ എന്തോ ഭാഗ്യത്തിന് എൻ്റെ രൂപം വരികയും, ഈ പൊക്കമില്ലാത്തവർക്കൊക്കെ നമ്മുടെ ഒരു ഐലൈനിലുള്ളവരെ പെട്ടെന്ന് ഓർമ്മ വരുമല്ലോ, ഇങ്ങനെയോ നോക്കണ്ടെന്നുള്ളതുകൊണ്ട് അങ്ങനെ എന്നെ വിളിച്ചു. എടാ നീ അമലിനെ ഒന്ന് വിളിക്കടാ, അമലൊരു കാര്യം പറയുന്നത്. ഞാൻ അമലേട്ടനെ വിളിച്ചു. അമലേട്ടൻ ഒന്ന് കാണിച്ചിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ കടവന്ത്രയിൽ ഉള്ള അമലേട്ടൻ്റെ വീട്ടിലേക്ക് പോന്നു. ആ സമയത്ത് ഡബ്ബിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. മറ്റേ ദൃശ്യത്തിൽ വരുണൊക്കെ ഡബ് ചെയ്തതും പിന്നെ കുറേ പരസ്യങ്ങളൊക്കെ ചെയ്തതൊക്കെ. അപ്പം അൻവർ റഷീദ് എൻ്റെ അമ്പുക്കയുടെ കൂടെയൊക്കെ പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഓഡിയോ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ഇങ്ങനെ ചില മുഖങ്ങളൊക്കെ അറിയാമെന്ന് മാത്രം. അപ്പം അങ്ങനെ അമലേട്ടൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. പുള്ളി അറിയാമല്ലോ ഇരിക്കുന്നു. പടം ശരിക്കും 20 മിനിറ്റേ ഉള്ളൂ. അമലേട്ടനൊരു എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറോളം എടുത്തു കാണും ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അമലേട്ടൻ്റെ രീതി ഭയങ്കര സ്ലോ ആയിട്ട്. അമലേട്ടൻ ആദ്യം ക്യാമറ വെക്കും, എന്നിട്ട് ലെൻസ് ഓപ്പൺ ചെയ്യും, അതിന് ശേഷമേ ഓരോ ഷോട്ട് വരുള്ളൂ. അമലേട്ടൻ പറയുമ്പോൾ ജിനു ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യമായിട്ടാണല്ലോ ഒരു വലിയ ഡയറക്ടർ നമ്മളോട് കഥ പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അമലേട്ടാ ഇങ്ങനെ ഇരിക്കുന്നത്, അമലേട്ടാ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പം പുള്ളി ആദ്യത്തെ ഒരു അരമണിക്കൂറൊക്കെ എത്തിയപ്പോഴത്തേന് ഈ കഥ മനസ്സിലാവുന്നതിലും എൻ്റെ പ്രശ്നം, ഈ കഥ മൊത്തം പുള്ളി പറഞ്ഞു കഴിയുമ്പോൾ സാധാരണഗതിയിൽ മമ്മൂക്കയാണെങ്കിലും ലാൽ സാറൊക്കെ ആണെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് അമൽ നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്നൊക്കെയാണല്ലോ പറയാറ്. ഞാൻ എന്ത് പറയും, ഒന്നും അറിയത്തില്ല. ഞാൻ ഭയങ്കര പേടിച്ചിരിക്കുന്നത്. ഇത് കഴിയുമ്പോൾ ഉള്ള ഒരു അവസാനത്തെ മൊമെൻറ്റിന് വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം ചേട്ടൻ കഥ പറയുന്നു. അന്ന് കുള്ളൻ്റെ ഭാര്യയുടെ കഥയിൽ നിന്നും കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു പുള്ളി. അവിടെ ഞാൻ പെട്ടു, ഇതെന്ത് പറയും. അമലേട്ടനും ഉണ്ണിയേട്ടനും കൂടി എഴുതുന്ന കഥ ഞാൻ എന്ത് പറയാനായിട്ട്. ഞാനിങ്ങനെ അമലേട്ട രസമുണ്ട്, ജിനു ഇഷ്ടമായെന്ന് ചോദിച്ചു. ഞാൻ ഇഷ്ടമായി എന്ന് പറഞ്ഞു. അവിടെ എനിക്കൊന്നും അത് സംഭവിച്ചാണ്. ഓഡീഷനില്ല, ഒന്നുമില്ല. അമലേട്ടൻ എൻ്റെ ഹൈറ്റ് ഇങ്ങനെ ഒരു ഭിത്തിയിൽ ചേർത്തിട്ട് ഇങ്ങനെ വരച്ച് വെച്ച്. ഞാൻ നമ്മുടെ ലേണേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, ആ വര ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുകളിലും താഴെയുമായിട്ട് വേറെയും ചില വരകളുണ്ടായിരുന്നു. പക്ഷേ അവർക്കാർക്കും പുള്ളൻ്റെ ഭാര്യയാകാനുള്ള ഒരു തലവര ഉണ്ടായില്ല.
അതെനിക്ക് മാത്രമേ ഉണ്ടായിരുന്നു, ആ നടുക്കുള്ള ആ വരയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് കുള്ളൻ്റെ ഭാര്യയിലേക്കുള്ള എൻ്റെ ട്രാവൽ ജേണി. ഓക്കെ, സ്കൂൾ ഓൾറെഡി ഉണ്ട്, നമ്മൾ ഫങ്ഷനിങ് ആണ്, അതിൻ്റെ കോഴ്സുകൾ നടക്കുന്നുണ്ട്. ക്രിയേറ്റേഴ്സിന് നമുക്ക് ആരോടും ഇനി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും അനുഭവത്തിലൂടെ പഠിക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു സീക്രട്ട് സോഴ്സ് ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു സാധനം വർക്ക് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീഡിയോ റീച്ച് ആയില്ലെങ്കിൽ അൽഗോരിതത്തിനെ കുറ്റം പറയുകയും, ഒരു വീഡിയോ റീച്ച് ആയി കഴിഞ്ഞാൽ അത് എൻ്റെ കഴിവാണ് എന്ന് പറയാതിരിക്കുകയും ചെയ്താൽ നല്ലതാണ്. ടു ബി മോർ സ്പെസിഫിക്, നമ്മൾ അൽഗോരിതത്തിനെ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കരുതാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ ഐ വുഡ് നോ ദാറ്റ് you do these things, you wouldn't do these things, these are the things that you like, this is how you would even respond to a question. അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ, അത് അൽഗോരിതത്തിന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ആദ്യം വിചാരിക്കുക. അൽഗോരിതമായിട്ടൊരു ട്രസ്റ്റ് ഉണ്ടാക്കുക. ഞാൻ നല്ല വീഡിയോസ് ആയിരിക്കും ഇടുക, ഞാൻ ആളുകൾക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ആയിരിക്കും ഇടാൻ സാധ്യതയുള്ളതെന്ന് അൽഗോരിതത്തിന് മനസ്സിലാകുന്ന രീതിയിലേക്ക് ആ ഫ്രണ്ട്ഷിപ്പിനെ വളർത്താൻ ശ്രമിക്കുക. ബ്രാൻഡ് സേഫ് ആയിട്ടുള്ള കോണ്ടൻ്റ് ആയിരിക്കും ഇടുന്നത്, ഈവൻ ഇടുന്ന വീഡിയോ കണ്ണും പൂട്ടി ബാക്കി ആളുകളിലേക്ക് കൊടുക്കാൻ പറ്റും, ഒന്ന് റിവ്യൂ പോലും ചെയ്യാതെ കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു ബന്ധമുണ്ടാക്കാൻ സാധിച്ചാൽ, ആൻഡ് ദാറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്, അത്ര എളുപ്പമേ അല്ല. നമ്മൾ പല തരത്തിലുള്ള കാര്യങ്ങൾ ഇട്ടിട്ട് നോക്കി ഏതാണോ വർക്ക് ചെയ്യുന്നത്, പിന്നെ ഏതാണോ വർക്ക് ചെയ്യുന്നത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ ചില വീഡിയോസ് കണ്ടിട്ടില്ലേ, ഈ പലരുടെ പേര് ഓർമ്മ വരുന്നില്ലെങ്കിലും, മറ്റേ വലിയ മുടിയുള്ള ഒരു പുള്ളി ചാടി നിന്നിട്ട് മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കും, പിടിക്കാൻ വരുമ്പോൾ പുള്ളി മറ്റേ കൊടുത്തിട്ട് മറ്റേ മുടി താത്തിയിട്ട്, പുള്ളിയുടെ അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ, പേര് മറന്നു, സോറി, പുള്ളിയുടെ അക്കൗണ്ട് നോക്കിയാൽ അത് മാത്രമേ ഉള്ളൂ, അത് മതി അൽഗോരിതത്തിന്. ഇപ്പം കാബിയുടെ ഒക്കെ വീഡിയോസ് എന്താണ്, സോ ഓരോ വീഡിയോ ഇടുമ്പോഴും അൽഗോരിതം, സിൻസ് അൽഗോരിതം വുഡ് ബി എ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് ഹിം, ഇറ്റ്സ് വെരി ഈസി ഫോർ ദ അൽഗോരിതം ടു പുഷ് ഇറ്റ്. പിന്നെ നമ്മൾ പണ്ട് മറ്റേ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് മീനിങ് ഫുൾ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്, MSI എന്നൊക്കെ പറയുന്നത്. മേക്ക് ഷുവർ ദാറ്റ് there is always a meaningful social interaction, which means there are comments happening, there are replies happening, there are shares happening. ഏറ്റവും കൂടുതൽ നമ്മൾ വാല്യൂ കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം വാല്യൂ കൊടുക്കുന്നത്, നമ്മൾ ഉണ്ടാക്കിയൊരു കോണ്ടൻറ്റ് ഇത് ഇഷ്ടമാണ് എന്ന് ചിന്തിച്ച് ഞാനിത് എനിക്കിഷ്ടമുള്ള ഒരാൾക്ക് ഫോർവേഡ് ചെയ്യുന്നതാണ്. ആൻഡ് ദാറ്റ് ഷുഡ് ബി ഓർഗാനിക്. നമ്മൾ പലപ്പോഴും ഷെയർ ദിസ് ടു യുവർ ഫ്രണ്ട്സ്, ഷെയർ ദിസ് ടു 10 people, ഇഫ് യു റിമെമ്പർ സംതിങ് ടാഗ് ദം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പ്ലാറ്റ്ഫോം പുഷ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പ്ലാറ്റ്ഫോം പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഇതെല്ലാം എൻഗേജ്മെൻറ്റ് ഷുഡ് ബി ഓർഗാനിക്. ഇത് തനിക്കറിയുന്ന കാര്യങ്ങളാണ്, ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതെന്ന് വിചാരിച്ചാൽ മതി. അപ്പം അങ്ങനെയുള്ള ആൾക്ക് ഒരു വീഡിയോ കാണുമ്പോൾ, പിന്നെ പ്രത്യേകിച്ച് റീൽസ് നമ്മൾ എപ്പോഴും പുഷ് ചെയ്യുന്നത് നമ്മളെ ഫോളോ ചെയ്യാത്ത ആളുകളിലേക്കായിരിക്കും എന്ന് ചിന്തിക്കുക. നമ്മളെ അറിയാത്ത ആളുകളായിരിക്കും. ഇപ്പം നമ്മളെ അറിയുന്ന ഒരു വ്യക്തിക്ക് നമ്മളൊരു ഫോട്ടോ വെറുതെ ഇട്ടാൽ തന്നെ ദേ വുഡ് ബി ഹാപ്പി, എടാ ഫോട്ടോ കൊള്ളാമെന്ന് പറയും. പക്ഷേ നമ്മളെ അറിയാത്ത ഒരാൾ വെറുതെ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇവൻ ആരാടാ എന്ന് ചോദിക്കുള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം, GV പ്രകാശ് ഇല്ലേ, GV പ്രകാശ് റീൽസ് തുടങ്ങിയ സമയത്ത് ഞാൻ റീൽസ് ഇങ്ങനെ ട്രൈ ഇടുമെന്ന് പറഞ്ഞപ്പം എനിക്കൊന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുള്ളി അവരുടെ വീട്ടിൻ്റെ സ്വിമ്മിംഗ് പൂളുണ്ട്, അപ്പോൾ അതിലൂടെ പുള്ളി നടക്കുന്നത് എന്തോ ഒരു റീലാണ് ഇട്ടത്. ആ സാധനം കയറിയില്ല. അതിന് പിന്നെ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, GV പ്രകാശ് എന്ന വ്യക്തിയെ അറിയുന്നവരെ സംബന്ധിച്ചോളം പുള്ളി സ്വിമ്മിംഗ് പൂളിൽ നടക്കുന്നതോ നീന്തുന്നതോ പ്രശ്നമില്ല, അവർക്ക് ഫാനാണ്. പക്ഷേ പുള്ളി അറിയാത്തൊരാളെ സംബന്ധിച്ചോളം സ്വിമ്മിംഗ് പൂളിൽ ഒരാൾ നടന്നു പോകുന്ന ഒരാൾ എന്തിനു കാണണം. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മളൊരു റീലിടുമ്പോൾ നമ്മളെ കാണാത്ത, നമ്മളെ അറിയാത്ത ഒരു വ്യക്തിക്ക് ഇതിൽ ഇഷ്ടം തോന്നുകയും ഇങ്ങനെയുള്ള കോണ്ടൻറ്റ് ഇനിയും കാണണമെങ്കിൽ ഈ വ്യക്തിയെ ഫോളോ ചെയ്യണമെന്ന് തോന്നണം. ഇപ്പം നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് സ്റ്റോറീസ് ആണെങ്കിൽ നമ്മുടെ ക്രൂസൽ പോസ്റ്റും പരിപാടികളൊക്കെ ചെയ്യാം. പക്ഷേ റീലിലേക്ക് നമ്മൾ പോകുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, യു ആർ ഡൂയിങ് ഇറ്റ് ഫോർ സമൺ ഹൂ ഇസ് നോട്ട് ഫോളോയിങ് യു, ഹൂ പൊട്ടൻഷ്യലി കുഡ് ബി യുവർ ഫോളോവർ ലേറ്റർ. അങ്ങനെ ചിന്തിക്കുക. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെയും മിസ്ഫിറ്റ് എന്നൊരു വാക്ക് ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ജേണി, തനി പറഞ്ഞതിൽ നിന്നും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജേണി എനിക്ക് തോന്നുന്നത് മിസ്ഫിറ്റ് എന്ന ഒരു ലൈഫിൽ നിന്നും മിസ്റ്റർ ഫിറ്റ് ആകാനായിട്ടുള്ള ഒരു ജേണിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് കട്ട് ചെയ്യരുത്.